മോദിക്ക് പ്രാണവേദന, അംബാനിക്ക് വീണവായന. എന്താണ് സംഭവം? അത് ആ പേരിൽ തന്നെ ഉണ്ടല്ലോ, അംബാനി റിലയൻസ്. മോദിക്ക് പ്രാണവേദന ഉണ്ടാകാൻ കാരണം ഇപ്പോൾ അമേരിക്കയുമായിട്ടുണ്ടായ ഇത്തരം ഒരു തർക്കം ഇതൊക്കെയാണല്ലോ. അപ്പോൾ ഇതിൻ്റെ മൂല കാരണം റഷ്യയിൽ നിന്ന് ഇന്ത്യ ക്രൂഡ് ഓയിൽ വാങ്ങുന്നതാണ്. അപ്പോൾ അതാണ് ഇത്ര വലിയൊരു സ്വരച്ചേർച്ചയില്ലായ്മയിലേക്ക് കാര്യങ്ങൾ എത്തിയത്. ഇപ്പോൾ ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങാൻ തുടങ്ങിയത് കൃത്യം പറഞ്ഞാൽ ഏതാണ്ട് 2022 മുതലാണ്. 2022 ഇപ്പോൾ ഒരു 3 വർഷത്തിലധികമായിട്ട് ഇന്ത്യ അവിടെ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങുന്നുണ്ട്. അപ്പോൾ ഇന്ത്യയിലെ പ്രധാന 7 ഏജൻസികളാണ് റഷ്യൻ ക്രൂഡ് ഓയിൽ വാങ്ങുന്നത്. അതിൽ 5 എണ്ണം ഇന്ത്യയിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളും 2 എണ്ണം സ്വകാര്യ ഏജൻസികളുമാണ്. പൊതുമേഖലാ സ്ഥാപനങ്ങളെന്ന് പറഞ്ഞാൽ നമ്മുടെ ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ, ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ, ഹിന്ദുസ്ഥാൻ പെട്രോളിയം, ഇതേപോലെ പൊതുമേഖലയിലുള്ള പിന്നെ ONGC അതേപോലെയുള്ള പൊതുമേഖലയിലെ സ്ഥാപനങ്ങളൊക്കെയാണ് മറ്റ് 5 എണ്ണം. 2 എണ്ണം ഉള്ളത്, ഒന്ന് റിലയൻസിൻ്റെ റിഫൈനറിയും, രണ്ടാമത്തെ നയരയും. നയര എന്ന് പറയുന്നത് താരതമ്യേന പുതിയ ആളാണ്, നമ്മുടെ ഇന്ത്യയിൽ വന്നിട്ട് കഷ്ടിച്ച് 1-2 വർഷമായിട്ടുള്ളൂ. അതും ഒരു റഷ്യൻ കമ്പനി ആയതുകൊണ്ട് അവർക്ക് കുറച്ചുകൂടി ആക്സസ് ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇന്ത്യയിൽ കൈകാര്യം ചെയ്യുന്ന മൊത്തം ഈ പെട്രോൾ ഔട്ട്ലെറ്റുകളിൽ അല്ലെങ്കിൽ പെട്രോൾ ഡീസൽ ഔട്ട്ലെറ്റുകളിൽ വെറും 7% മാത്രമാണ് നയരയുടെ കയ്യിലുള്ളത്. ബാക്കിയുള്ളതെല്ലാം മറ്റ് ഏജൻസികളാണ് കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ഒരു മെയിൻ റോള് കളിക്കുന്നത് ഇപ്പോൾ റിലയൻസ് ആണ്. നമുക്കറിയാം, റഷ്യ ഇന്ത്യയിലേക്ക് എണ്ണ തരുന്നത് കുറച്ച് ഡിസ്കൗണ്ട് റേറ്റിലാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് എന്നുള്ളതാണ് ന്യായം. അപ്പോൾ റഷ്യ ആദ്യം നമുക്ക് ബാരലിന് $40 ഡിസ്കൗണ്ടാണ് തന്നത്. പിന്നീട് അത് ഏറ്റക്കുറച്ചിലുണ്ടായി. ഇപ്പോൾ അത് $2 വരെ ആയിട്ട് കുറഞ്ഞിട്ടുണ്ട്. മൊത്തം കണക്ക് പറയുകയാണെങ്കിൽ മൊത്തം ഏതാണ്ട് 50% മുതൽ 25% വരെയൊക്കെ റഷ്യ ഡിസ്കൗണ്ട് തന്നിട്ടുണ്ട് എന്നുള്ളതാണ് കണക്ക്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഡിസ്കൗണ്ടിൽ കിട്ടുന്ന ഈ എണ്ണ ഞങ്ങൾക്ക് കുറഞ്ഞ വിലയ്ക്കാണ് ഇതിൻ്റെ ക്രൂഡ് ഓയിൽ കിട്ടിയത്, അതുകൊണ്ട് നിങ്ങൾക്ക് കുറഞ്ഞ വിലയ്ക്ക് വിൽക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു എണ്ണ കമ്പനിയും ഒരു പെട്രോൾ ഔട്ട്ലെറ്റും നമുക്ക് കുറഞ്ഞ വിലയിൽ പെട്രോളോ ഡീസലോ തരുന്നില്ല. അവർ പഴയ നിരക്കിൽ തന്നെ, വിപണിയിലെ ഇപ്പോഴുള്ള നിരക്ക് എന്താണോ ആ നിരക്ക് വെച്ച് തന്നെയാണ് ഇപ്പോഴും നമുക്ക് പെട്രോളും ഡീസലും നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇതുകൂടാതെ ഇപ്പോൾ റഷ്യൻ എണ്ണ കിട്ടാത്ത യൂറോപ്യൻ രാജ്യങ്ങളുണ്ട്. ഉപരോധത്തിൻ്റെ പേരിൽ റഷ്യയുമായിട്ട് നേരിട്ട് ഇടപെടാൻ പറ്റാത്ത യൂറോപ്യൻ രാജ്യങ്ങൾ. ആ യൂറോപ്യൻ രാജ്യങ്ങൾക്കൊക്കെ നമ്മൾ ഇന്ത്യയിൽ നിന്ന് പെട്രോളിയം ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യുന്നുണ്ട്. ഇന്ധനമായിട്ട് പെട്രോളും ഡീസലും മണ്ണെണ്ണയും ഗ്രീസും ടാറ് വരെ നമ്മൾ കയറ്റുമതി ചെയ്യുന്നുണ്ട് പല രാജ്യങ്ങൾക്കും. അപ്പോൾ ഇനി എന്താണ് ഈ റിലയൻസിൻ്റെ അല്ലെങ്കിൽ അംബാനിയുടെ വീണവായന എന്ന് പറഞ്ഞാൽ ഇതിലാണ് കാര്യം ഇരിക്കുന്നത്. കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു, റഷ്യയിൽ നിന്ന് ഇന്ധനം ഇറക്കുമതി ചെയ്യുന്ന പ്രധാന 7 ഏജൻസികളുണ്ട്, 2 എണ്ണം സ്വകാര്യ ഏജൻസികളാണ്. പക്ഷേ ഈ വരുന്ന ഇറക്കുമതി ചെയ്യുന്ന റഷ്യൻ ഓയിലിൻ്റെ 40% ഈ 2 സ്വകാര്യ ഏജൻസികളാണ് കൈകാര്യം ചെയ്യുന്നത്. ബാക്കി 60% 5 പേര് വീതിക്കുന്നത്. അപ്പോൾ 40% 2 സ്വകാര്യ ഏജൻസികൾ കൈകാര്യം ചെയ്യുന്നു. എന്നിട്ട് ഇവർ എടുക്കുന്ന എണ്ണ ഏതാണ്ട് കൃത്യം പറഞ്ഞാൽ ഇവർ ഒരു ദിവസം 8,81,000 ബാരൽ ഒരു ദിവസം ഈ 2 ഏജൻസികൾ കൂടി കൈകാര്യം ചെയ്യുന്നുണ്ട്. മൊത്തം ഏതാണ്ട് 18 ലക്ഷം ബാരൽ ഒരു ദിവസം ഇന്ത്യ റഷ്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന ക്രൂഡ് ഓയിലിൻ്റെ മൊത്തം എണ്ണം 18 ലക്ഷം ബാരലാണെങ്കിൽ അതിൽ 8,81,000 ബാരൽ കൈകാര്യം ചെയ്യുന്നത് ഈ 2 സ്വകാര്യ ഏജൻസികളാണ്. ഈ 8,81,000 ബാരൽ ഒരു ദിവസം കൊണ്ടുവരുമ്പോൾ അതിൻ്റെ 81% ഇവരങ്ങ് കയറ്റുമതി ചെയ്യുകയാണ്. ഇങ്ങോട്ട് കൊണ്ടുവരുന്ന 8,81,000 ബാരൽ ക്രൂഡ് ഓയിൽ ഇവിടെ പ്രോസസ്സ് ചെയ്തിട്ട് അതിൻ്റെ ഉൽപ്പന്നങ്ങൾ ഇന്ത്യൻ വിപണിയിൽ കുറഞ്ഞ വിലയ്ക്ക് വിൽക്കുകയല്ല, ഇവർ യൂറോപ്യൻ രാജ്യങ്ങളിൽ മറിച്ചു കൊടുത്താൽ ഇവർക്ക് വൻ ലാഭം കിട്ടും. അങ്ങനെ കിട്ടുന്ന ഇവിടെ കൊണ്ടുവരുന്ന ഇന്ധനത്തിൻ്റെ പ്രോസസ്സ് ചെയ്ത് 81% ഇവർ മറിച്ച് വിറ്റുകൊണ്ടിരിക്കുകയാണ്. അതുമാത്രമല്ല, ഈ റഷ്യയിൽ നിന്ന് നമ്മൾ 2022 മുതലാണ് ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യാൻ തുടങ്ങിയതെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. അതിനു മുമ്പ് വെറും 2% മാത്രമായിരുന്നു ഇന്ത്യയുടെ മൊത്തം റഷ്യൻ ഉൽപ്പന്നങ്ങൾ വെറും 2% മാത്രമായിരുന്നു. ഇപ്പോൾ അത് 42%-ഓളമായിട്ട് വർദ്ധിച്ചിട്ടുണ്ട്. അതായത് ഇന്ത്യയിൽ വരുന്ന ക്രൂഡ് ഓയിലിൻ്റെ ഏതാണ്ട് പകുതിയോളം റഷ്യൻ ക്രൂഡ് ഓയിലാണ്. പക്ഷേ അതിൻ്റെ യഥാർത്ഥ ഗുണം നമ്മുടെ രാജ്യത്തിൻ്റെ താല്പര്യങ്ങളടക്കം
ഇപ്പോൾ അമേരിക്കയുമായിട്ടൊരു വ്യാപാര യുദ്ധം ഉണ്ടായി, അമേരിക്ക ഇന്ത്യക്കെതിരെ കടുത്ത നിലപാടെടുത്തു. ഇപ്പോൾ ഇതിൻ്റെ ദൂഷ്യവശങ്ങൾ നമ്മുടെ ഇന്ത്യയിലെ ചെറുകിട ഉൽപ്പാദകർ മുതൽ കർഷകർ വരെ അനുഭവിക്കുന്നു. അപ്പോൾ ഇത്രയൊക്കെ ബുദ്ധിമുട്ടുള്ളപ്പോഴും നമ്മൾ റഷ്യയുമായിട്ടുള്ള ബന്ധം വേണ്ടെന്ന് വെക്കുന്നില്ല. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് കുറച്ചിട്ടുമില്ല. നമ്മൾ ആ വെല്ലുവിളി ഏറ്റെടുക്കുന്നു എന്നാണ് പ്രധാനമന്ത്രി എപ്പോൾ ചോദിച്ചാലും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ നമ്മുടെ രാജ്യം ഒന്നടങ്ക ആ ഒരു വെല്ലുവിളി ഏറ്റെടുക്കുമ്പോഴും അതിൻ്റെ യഥാർത്ഥ ഗുണഭോക്താവായിട്ട് മാറുന്നത് റിലയൻസും പിന്നെ നയരേനെ അത്രയ്ക്കങ്ങ് കുറ്റം പറയാനൊക്കില്ല. കാര്യം അത് താരതമ്യേന പുതുമുഖമായതുകൊണ്ട്. ഈ റിലയൻസ് ആണ് ഈ കൊണ്ടുവരുന്ന ഇത്ര കഷ്ടവും ഇത്ര ത്യാഗമൊക്കെ സഹിച്ചു കൊണ്ടുവരുന്ന ഈ ക്രൂഡ് ഓയിൽ ബിസിനസ്സിൻ്റെ വൻ ലാഭം കൊയ്തുകൊണ്ട് പോകുന്നത് റിലയൻസ് ആണ്. പൊതുമേഖലാ സ്ഥാപനങ്ങളും ഉണ്ട്. പക്ഷേ ആ പൊതുമേഖലാ സ്ഥാപനങ്ങൾ അവർ പ്രോസസ്സ് ചെയ്യുന്ന ക്രൂഡ് ഓയിൽ നമ്മുടെ ഇന്ത്യയിൽ തന്നെയാണ് ഏറിയ പങ്കും വിറ്റഴിക്കുന്നത്. വളരെ കുറച്ച് മാത്രമാണ് അവർ കയറ്റുമതി ചെയ്യുന്നത്. പക്ഷേ ഈ റിലയൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അവിടുന്ന് കൊണ്ടുവരുന്നതിൻ്റെ 81% മറിച്ച് വിറ്റുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കിട്ടുന്ന അവസരം അവർ മുതലാക്കുന്നു എന്നുള്ളതാണ് ഈ കാറ്റുള്ളപ്പോൾ പാറ്റണം എന്ന് പറഞ്ഞ പോലുള്ള അവസ്ഥ. ഇനി മറ്റൊന്നുകൂടിയുണ്ട്. ഈ വിദേശത്തേക്ക് നമ്മുടെ റിലയൻസ് ഒരു ദിവസം കൈകാര്യം ചെയ്യുന്ന പെട്രോൾ ഡീസൽ അത് ഏതാണ്ട് 9,14,000 ബാരലാണ് ഇവർ ഒരു ദിവസം കൈകാര്യം ചെയ്യുന്നത്. അതിൻ്റെ 71% ഇവർ കയറ്റി അയച്ചുകൊണ്ടിരിക്കുകയാണ്. അതുമാത്രമല്ല, ഇവരുടെ ഗുജറാത്തിലെ ജാംനഗറിലൊരു റിഫൈനറി ഉണ്ട്. അതിലെ 67% അവിടെ പ്രോസസ്സ് ചെയ്യുന്ന 67% സാധനങ്ങളും എക്സ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുക, കയറ്റുമതി ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഇത്തരത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ രാജ്യത്തിൻ്റെ വലിയ ഒരു താല്പര്യം നമ്മളടക്കം സാധാരണക്കാരടക്കം ഈ ഇന്ത്യ അമേരിക്ക വ്യാപാര യുദ്ധത്തിൻ്റെ കെടുതികൾ നേരിട്ടുകൊണ്ടിരിക്കുമ്പോൾ, പ്രത്യേകിച്ച് നമ്മുടെ ചെറുകിട ഉൽപ്പാദകർ, കർഷകർ, നമ്മുടെ ഇപ്പോൾ നാട്ടിൽ പറയുകയാണെങ്കിൽ ചെമ്മീൻ പ്രോസസ്സിംഗ് യൂണിറ്റുകളടക്കം വലിയ പ്രതിസന്ധിയിലേക്ക് പോകുന്നു. അപ്പോഴും നിർബാധം റിലയൻസും റോസ്നെഫ്റ്റും പോലുള്ള സ്ഥാപനങ്ങൾ റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ നിർബാധം കൊണ്ടുവരുന്നുണ്ട്, അത് പ്രോസസ്സ് ചെയ്യുന്നുണ്ട്, അതിൻ്റെ വൻ ലാഭം നേടുന്നുണ്ട്. ഇനി എത്രമാത്രം റിലയൻസ് ഈ ഒരു പരിപാടി കൊണ്ട് ലാഭം ഉണ്ടാക്കി എന്നുള്ള കാര്യം റിലയൻസ് ഇതുവരെ ഔദ്യോഗികമായിട്ട് പുറത്തുവിട്ടിട്ടില്ല. പക്ഷേ ഒരു സംഗതി കൂടി വരുന്നുണ്ട്. റിലയൻസിൻ്റെ ആനുവൽ ഇൻവെസ്റ്റർ മീറ്റ് വരുന്നുണ്ട്. അതായത് അവരുടെ നിക്ഷേപകരുടെ വാർഷിക പൊതുയോഗം വരുന്നുണ്ട്. അപ്പോൾ അതിൽ ഈ കണക്കുകൾ എത്രയാണ് ഇതുമൂലം ഉണ്ടാക്കിയ ലാഭം, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കണക്കുകൾ പുറത്തു വരും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. ഏതായാലും ഒരു കാര്യം ഇവിടെ അടിവരയിട്ട് പറയാം. നമ്മളിപ്പോൾ നമ്മുടെ കറൻസി നിരക്ക് അടക്കം വലിയ പ്രതിസന്ധിയിലോട്ട് പോകുന്നു. ഏതെങ്കിലും തരത്തിലൊരു അമേരിക്കയുമായിട്ട് ഒരു ധാരണ ഉണ്ടാക്കാനായിട്ടുള്ള സാധ്യതകൾ വിദൂരമാണ് എന്നുള്ള തരത്തിൽ വരുന്നു. ഒരു പക്ഷേ അമേരിക്ക ഇന്ത്യക്കെതിരെ പ്രതികാര നടപടി എടുത്തേക്കാം എന്നൊരു സൂചനകൾ വരുന്നു. അപ്പോഴും റിലയൻസ് അവിടെ ഇരുന്നുകൊണ്ട് വീണ വായിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് വാസ്തവം. ഇത്തരം റഷ്യയിൽ നിന്ന് പിന്നെ ഇന്ത്യയിലേക്ക് എണ്ണ വരുമ്പോൾ ഇതിൻ്റെ കൂടുതൽ ലാഭം കിട്ടുന്നത് അംബാനിക്ക് അല്ലെങ്കിൽ ആ ഗ്രൂപ്പിന്, റിലയൻസ് ഗ്രൂപ്പിന് എന്ന് പറയുമ്പോൾ കൃത്യമായ കണക്കുകൾ അത് സർക്കാരിനെ ബോധ്യപ്പെടുത്തേണ്ടതല്ലേ? ഉറപ്പായിട്ടും. കാരണം ഇത് ഒരു പരിധിക്കപ്പുറം കാര്യം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇവരുടെ ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗ് വരെ നമുക്ക് കാത്തിരിക്കേണ്ടി വരും. പക്ഷേ എത്രമാത്രം ഇന്ത്യയിലേക്ക് ക്രൂഡ് ഓയിൽ വരുന്നു, അതിൽ എത്രമാത്രം നമ്മൾ കയറ്റി അയക്കുന്നത്, ആര് വഴി കയറ്റി അയക്കുന്നു, ഇതൊക്കെ നമ്മുടെ മുമ്പിൽ കണക്കുകളുണ്ട്. അപ്പോൾ വരുന്നതിൻ്റെയും പോകുന്നതിൻ്റെയും കണക്കുണ്ട്. അത് വെച്ച് താരതമ്യം ചെയ്യുമ്പോൾ നമുക്ക് ഏകദേശം അനുമാനം കിട്ടും. കാരണം ഈ പറഞ്ഞതുപോലെ ഏറ്റവും കുറഞ്ഞത് ഇപ്പോൾ ഒരു ബാരൽ ക്രൂഡ് ഓയിൽ ഇങ്ങോട്ട് വരുന്നതിന് $2 ഡിസ്കൗണ്ട് റഷ്യ തരുന്നുണ്ട്. കുറഞ്ഞ പക്ഷം ആ ലാഭമെങ്കിലും ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളത് റിലയൻസ് സമ്മതിച്ചല്ലേ മതിയാവും. അത് മാത്രമല്ല, ഏതാണ്ട് 3 വർഷമായിട്ട് തുടക്കകാലത്ത് റഷ്യ ഏതാണ്ട് $40 വരെ ഡിസ്കൗണ്ട് വന്നു. അപ്പോൾ ഭീമമായ ലാഭം ഇവരുണ്ടാക്കിയിട്ടുണ്ട്. ഇടയ്ക്കൊരു വാർത്ത വന്നിരുന്നു, ഈ അമേരിക്കൻ സമ്മർദ്ദത്തിന് വഴിപ്പെട്ട് റിലയൻസ് അല്ലെങ്കിൽ ഇന്ത്യയിലെ പൊതുമേഖലാ എണ്ണ കമ്പനികളൊക്കെ റഷ്യയിൽ നിന്നുള്ള ക്രൂഡ് ഓയിൽ വാങ്ങൽ നിർത്തിവെച്ചു എന്നുള്ളത്. പക്ഷേ അത് വെറും വാർത്തകൾ മാത്രമായിരുന്നു. അത്തരത്തിൽ ഒരു നിർദ്ദേശവും ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്ന് പൊതുമേഖലാ എണ്ണ കമ്പനികൾ പറയുകയും ചെയ്തു. പ്രത്യേകിച്ച് റിലയൻസ് അടക്കമുള്ള റിലയൻസ് ഒക്കെ ഏതാണ്ട് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലേക്ക് തിരിച്ച് പോകുന്നു എന്നൊക്കെ തരത്തിൽ വാർത്തകൾ വന്നിരുന്നു. പക്ഷേ എന്തിനേറെ പറയുന്നു, റഷ്യയിൽ നിന്ന് കള്ളക്കടത്തിൽ പോലും ക്രൂഡ് ഓയിൽ ഇങ്ങോട്ട് എത്തിക്കുന്നുണ്ട് റിലയൻസും റോസ്നെഫ്റ്റും എന്നുള്ള വാർത്തകളാണ് നമ്മൾ ഔദ്യോഗികമായിട്ട് തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ചില ഷാഡോ വെസലുകൾ ഇതുമായി ബന്ധപ്പെട്ട് ക്രൂഡ് ഓയിലുമായിട്ട് ഇന്ത്യയിൽ വന്നിട്ടുണ്ടോ എന്നുള്ളത് ഇന്ത്യ ഔദ്യോഗികമായിട്ട് തന്നെ സമ്മതിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഈ ഒരു അവസരം, വീണ് കിട്ടിയ അവസരം റിലയൻസ് പോലുള്ള കമ്പനികൾ പരമാവധി ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പക്ഷേ അത് നമ്മുടെ രാജ്യത്തിൻ്റെ പൊതു താല്പര്യം എത്രത്തോളം ബാധിക്കുന്നു എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു.